ഇസ്രയേലിൻ്റെ ചതിയിൽപ്പെട്ട് ഇസ്രയേലിൻ്റെ കൂടെ കൂടി ഇറാനിൽ യുദ്ധം തുടങ്ങിയിട്ട് അമേരിക്ക വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ് വീണതെന്ന് ട്രംപ് ഭരണകൂടവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് നമുക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ അമേരിക്കൻ പ്രതിനിധികളിൽ നിന്നുള്ള എന്തിലധികം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പോലുമുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ട്രംപ് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇറാൻ ഞങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെന്നും ഞങ്ങളുമായി ഒരു കരാറിലെത്തുവാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള കാര്യം. പക്ഷേ ഇന്നലെ ഇറാൻ വീണ്ടും അതിശക്തമായി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യപ്പെടൽ നടത്തിയിട്ടേയില്ലെന്നും ഞങ്ങൾക്കൊരു കരാറിലെത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുമുള്ള കാര്യം, അത്തരത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ള കാര്യം ഇറാൻ നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ തവണകളായി രംഗപ്രവേശനം നടത്തുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഒരു കരാറിൻ്റെ തന്നെ ആവശ്യമില്ലാതെ തന്നെ ഞങ്ങൾ ഒരുപക്ഷെ യുദ്ധം നിർത്തിയേക്കുമെന്നും ഒരുപക്ഷെ 2-3 ആഴ്ച മാത്രമേ ഇനി യുദ്ധം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞ് ട്രംപ് ഒരു കരാറില്ലാതെ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും ട്രംപ് എത്തി നിൽക്കുകയാണ്. But we're finishing the job, and I think within maybe 2 weeks, maybe a couple of days longer to do the job. കാരണം വെനിസ്വേലയിൽ യുദ്ധം ചെയ്തതുപോലെ അവിടെ യുദ്ധം പോലും ചെയ്യാതെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിലേക്ക് വെനിസ്വേലയെ കൊണ്ടുവരുവാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറാനിൽ നിന്ന് ആരെയെങ്കിലും വധിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രസിഡന്റിനെയോ അവരുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആയത്തുള്ള അലി ഖാംനെയെ പോലും വധിച്ചു കളഞ്ഞതുകൊണ്ടോ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുകയില്ലെന്നും ഇറാനിൽ റിജീം ചേഞ്ച് അസാധ്യമാണെന്നും ട്രംപ് ഭരണകൂടത്തിനും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിക്കുവാനോ യുദ്ധലക്ഷ്യങ്ങളായ ഒരു സംഗതിയും ഇറാനിൽ നടപ്പിൽ വരുത്താൻ കഴിയാതെ അമേരിക്ക പൊറുതിമുട്ടിയിരിക്കുകയാണ്. അമേരിക്കക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയ നഷ്ടങ്ങളാണ്. ലോകത്ത് വളരെ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അലൈസ് ആയിരുന്ന നാറ്റോ അലൈസ് എന്ന് പറയുന്ന ഫ്രാൻസും ജർമ്മനിയും തുടങ്ങി UK പോലെയുള്ള രാജ്യങ്ങളുമായി ഇപ്പോൾ നാറ്റോ ഒരു വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പുലിയാണ് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നത്. നാറ്റോയിൽ നിന്ന് ഏത് നിമിഷവും അമേരിക്ക പിൻവലിഞ്ഞേക്കാമെന്നും നാറ്റോ വിട്ടേക്കാമെന്നുമുള്ള സൂചനകൾ പോലും അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും അമേരിക്കൻ പ്രതിനിധികളിൽ നിന്നും പോലും ഉണ്ടാകുമ്പോൾ, ഫ്രാൻസ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്ന അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടുപോകാൻ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഫ്രാൻസിന്റെ വ്യോമപാത തുറന്നുകൊടുത്തില്ല എന്ന വാർത്ത വരുമ്പോൾ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയ ഉലച്ചിലുണ്ടായിരിക്കുന്നു. ഈ യുദ്ധത്തിലേക്ക് പങ്കുചേരാൻ നിരവധി തവണ UK അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും UK അതിനെ നിരസിച്ചതുകൊണ്ട് തന്നെ UK പല പ്രാവശ്യങ്ങളിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറയുകയും കൊള്ളിച്ചു പറയുകയും ചെയ്ത് അവർ തമ്മിലുള്ള ബന്ധവും വളരെ വഷളായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, സ്പെയിൻ വളരെ ശക്തവും വ്യക്തവുമായിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളുകയും അവരുടെ ഒരു സംവിധാനങ്ങളും ഈ യുദ്ധത്തിന് ഉപയോഗിക്കാൻ സ്പെയിൻ കൊടുക്കുകയും ചെയ്തില്ല എന്നുള്ളത്, അത്തരത്തിൽ ട്രംപും നാറ്റോയും അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ഉലച്ചിൽ വന്നിരിക്കുന്നു. അത് നാറ്റോ ഇതര സഖ്യരാജ്യങ്ങൾ എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ വിശ്വാസ്യത, അമേരിക്കയുടെ മേലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേലും അമേരിക്കയും മാത്രമായി ലോകത്ത് ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക ഈ യുദ്ധത്തോടുകൂടെ മാറിയിരിക്കുന്നു. ഞങ്ങളൊരു വലിയ സൈനിക ശക്തിയാണെന്ന് പറയുമ്പോഴും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ പറ്റാതെ നാറ്റോ സഖ്യത്തിൻ്റെയും ലോകരാജ്യങ്ങളുടെയും സഹായം തേടുന്ന അവസ്ഥയിലേക്ക് ഈ അടുത്തൊന്നും അമേരിക്ക താണിട്ടില്ലാത്ത രീതിയിലേക്ക് അമേരിക്കയുടെ ഗ്രേഡ് തന്നെ ലോകാടിസ്ഥാനത്തിൽ താണുപോകുന്ന, സഹായം അഭ്യർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിപ്പോയി എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസവും ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിലേക്കും മേഖലയിലേക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, അവരുടെ ഒരു മിസൈൽ സംവിധാനങ്ങളെയും തകർക്കുവാനോ ഇല്ലാതാക്കുവാനോ കുറക്കുവാൻ പോലും അമേരിക്കക്കും ഇസ്രയേലിനും കഴിഞ്ഞിട്ടില്ല.
മറിച്ച് അവിടെയുള്ള സിവിലിയൻ സംവിധാനങ്ങളെ ആക്രമിക്കുകയും ഒരുപാട് ബോംബാക്രമണങ്ങൾ നടത്തി സാധാരണക്കാരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയുന്നത് ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമില്ല എന്നുള്ളതിന് തെളിവായി ട്രംപ് പറയുന്നത് ഈ യുദ്ധം ലോകത്തെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കുകയും ചെയ്തപ്പോൾ ഇനിയൊരു എഗ്രിമെന്റിന് എന്തിന് കാത്തു നിൽക്കുന്നു എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ട്രംപ് ഈ സംഭവ വികാസങ്ങളൊന്നും ഇത്തരത്തോളം മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാൻ ആക്രമിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ എണ്ണ സംവിധാനങ്ങളെ അവർ ആക്രമിക്കുമെന്നൊന്നും ഒരുപക്ഷെ അമേരിക്ക കരുതി കാണില്ല. ഇത്തരത്തിലുള്ള ആഗോള പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് അമേരിക്ക പറയുന്നത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ നിങ്ങൾ ഹോർമൂസിൽ പോയി എടുത്തുകൊള്ളുക, ഞങ്ങളെ ഇനി നോക്കേണ്ടതില്ല, ഞങ്ങൾ ഏതു നിമിഷവും യുദ്ധം അവസാനിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ഗഹ്സത്തും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അത് ഇറാനും അറിയാം, ഞങ്ങൾക്കും അറിയാം. അവർ ഉടനടി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് തുടർന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന വാക്കുകൾ ഗഹ്സത്തും പറയുകയാണ്. അദ്ദേഹം യുദ്ധക്കൊതിയനാണ്, ഇറാനെ നശിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു പ്രതിരോധ സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തിന് കീഴിൽ അമേരിക്കയുടെ യുദ്ധം ഒരു തോൽവി തന്നെയാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. അമേരിക്ക വിയർത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഗഹ്സത്ത് ഉദ്ദേശിച്ച ഒരു നടപടികളും ഇറാനിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കുറച്ച് നേതാക്കളെയും അവിടെയുള്ള സാധാരണക്കാരെയും ഒരുപക്ഷെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഒഴിച്ചാൽ. ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് അവിടെയുള്ള നേവിയെ ഇല്ലാതാക്കി, അവിടെയുള്ള നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി, അവരുടെ മിസൈൽ സംവിധാനങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കി, അതുപോലെ അവരുടെ അണുവായുധം അവർ ഉണ്ടാക്കുകയില്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ട്രംപ് ഇപ്പോൾ പറയുകയാണ്. എന്നാൽ പിന്നെ അവർ അണുവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്തിന് ആക്രമിച്ചു എന്നുള്ളതൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ അവരുടെ എല്ലാം നേവിയെയും മറ്റും ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴും അവർക്ക് ഹോർമുസ് തുറക്കുവാൻ അമേരിക്ക ലോകരാജ്യങ്ങളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയുമാണ്. അവർക്കത് തുറക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ അമേരിക്കയുടെ അവകാശവാദത്തിൽ വളരെ വലിയ വിരോധാഭാസം നേരിടുമ്പോഴാണ് അബ്ബാസ് അറാക്ചി പറയുന്നത് പാകിസ്ഥാൻ വഴി ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു, ചില യുദ്ധം നിർത്തുവാനുള്ള അവരുടെ ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നല്ലാതെ അതിൻ്റെ മുകളിൽ ഒരു തുടർ ചർച്ചയും നടക്കുന്നില്ല, യാതൊരുവിധ സംഭാഷണവും നടക്കുന്നില്ല. അവർ ഇസ്രയേൽ ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു, അമേരിക്കയെയും ഇസ്രയേലിനെയും എനിമിയായി പ്രഖ്യാപിച്ച് മേഖലയുടെ അവരുടെ സംവിധാനങ്ങളെ മുഴുവൻ ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, യുദ്ധത്തിൽ നിന്നൊരു രീതിയിലും പിന്നോട്ടില്ല, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു അന്താരാഷ്ട്ര ഗ്യാരണ്ടി വേണം. ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുമായി ഇറാനിൽ വരില്ല എന്ന ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി വേണം. അതുപോലെ ഞങ്ങളുടെ സിവിലിയൻ സംവിധാനങ്ങളെ നശിപ്പിച്ചതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരവും വേണമെന്ന ഒരു വലിയ വാശിയിലാണ് ഇറാൻ പ്രസിഡന്റും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ ഭരണകൂടവും നിൽക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ ഈ കമന്റിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഇസ്രയേലും അമേരിക്കയും ഒരുപക്ഷെ ഇറാനിൽ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം പാതി ലക്ഷ്യം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പത്രക്കാരുടെ ചോദ്യത്തിന് ബെന്യാമിൻ നെതന്യാഹുവിന് പറയാൻ കഴിയുന്നത്. പൂർണ്ണമായും 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ യുദ്ധം അവസാനിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഇസ്രയേലും അമേരിക്കയും പിന്നീടത് 3 ആഴ്ചയും 4 ആഴ്ചയുമാക്കി. ഇപ്പോൾ 5 ആഴ്ച പിന്നിട്ടിട്ടും അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് ഇനി 2-3 ആഴ്ച കൂടി വേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ തന്നെ പറയുമ്പോഴും ലോകത്തെ ചില അനലിസ്റ്റുകൾ പറയുന്നത് ഇത്തരത്തിൽ ഈ അമേരിക്കൻ ഇസ്രയേൽ ഇറാൻ യുദ്ധം ആഗോള വിപണിയെ പിടിച്ചു കുലുക്കുകയും ക്രൂഡ് ഓയിലിന് അതിശക്തമായ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ആഗോള വിപണിയെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് ആദ്യം 3 ദിവസമെന്നും പിന്നീട് 3 ആഴ്ചയെന്നും പറഞ്ഞ ആളുകൾ ഇപ്പോഴും 3 ആഴ്ചയും 2 ആഴ്ചയുമായി പറഞ്ഞിങ്ങനെ നടക്കുന്നത്. ഇത് അവരുടെ ഒരു തന്ത്രം മാത്രമാണെന്ന് വിശദീകരിക്കുന്ന ചില അനലിസ്റ്റുകളുമുണ്ട്. അവർക്കൊരുപക്ഷെ കർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയും ഇറാനിൽ ഇനിയും ഒരുപാട് ദിവസം യുദ്ധം ചെയ്യേണ്ടിയും വരും. അവിടെയുള്ള സിവിൽ സംവിധാനങ്ങളെയും മറ്റുമൊക്കെ ആക്രമിച്ചുകൊണ്ട് യുദ്ധത്തിൽ ചേർന്ന അമേരിക്കക്ക് ഒരു രീതിയിലും ഇത്തരത്തിൽ പെട്ടെന്നൊന്നും പിൻവലിയാൻ കഴിയില്ലെന്ന ബോധ്യത്തിൽ നിന്നും ജനങ്ങളെ
പറഞ്ഞു പറ്റിക്കുന്ന ഒരു മാർഗം മാത്രമാണ് ഈ 2 ആഴ്ചയും 3 ആഴ്ചയും എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത് എന്നും അഭിപ്രായം പറയുന്ന ചില അനലിസ്റ്റുകൾ ലോകത്തിലുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഇസ്രയേലിൽ പല ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആക്രമണം അയച്ചുവിട്ടു എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത്രയും ശക്തമായ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് വന്നത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ, പരിക്കുകളും മരണങ്ങളും അവർ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ നിരവധി ഡ്രോണുകളെയും ഞങ്ങൾ ആക്രമിക്കുകയും അതുപോലെ ഇസ്രായേലി ഫൈറ്റർ ജെറ്റിനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട്. IDFിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ഒരു കമൻറ്റും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം UAEയുടെ ജലാശയത്തിൽ ഒരു വലിയ 200 മില്യൺ വില വരുന്ന 2 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ആ അക്രമത്തോടു കൂടി ആഗോള വിപണിയിൽ തന്നെ, അമേരിക്കയിലും ആഗോള വിപണിയിലും ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുകയും എണ്ണക്ക് വില കൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ കുവൈത്തിൻ്റെയും സൗദിയുടെയും അസംസ്കൃത എണ്ണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ ജലാശയത്തിൽ നിന്ന് ഇറാൻ ഒരു എണ്ണ ടാങ്കറിനെ ആക്രമിച്ചു എന്ന വാർത്ത ഖത്തറും സ്ഥിരീകരിക്കുകയാണ്. ഇത്തരത്തിൽ മേഖലയിലുടനീളം ഇറാന്റെ ആക്രമണം വീണ്ടും തുടരുമ്പോൾ എപ്പോൾ യുദ്ധം അവസാനിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.